നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു, സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് അദ്ദേഹം ഒരു ആണായതുകൊണ്ട് അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് പറഞ്ഞതാണ്. അത് ഒരു സാർവദേശികമായ പ്രസ്താവനയാണ്. ആണുങ്ങൾക്ക് സ്ത്രീകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരുപാട് മലയാളി സ്ത്രീകളെ കുറിച്ചുള്ള ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ അവതരിപ്പിച്ചു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഈ സ്ത്രീവിരുദ്ധത എന്നുള്ള ഒരു കാര്യത്തിൽ കയറി പിടിക്കുകയും സ്വാഭാവികമായിട്ടും സ്ത്രീവിരുദ്ധത പ്രസംഗിച്ചു എന്ന പേരിൽ കേരളത്തിൽ പൊതുവായി മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഒരു വശമുണ്ട്. അപ്പോൾ അതാരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക, കീഴടക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വിഷയം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ പിന്നെ അത് പറഞ്ഞ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക, ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുക, സംതൃപ്തി നേടുക, ഇതാണ് പൊതു സമീപനമായി മാറുന്നത്. ഇവിടെയും സംഭവിച്ചത് അതാണ്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിലേക്ക് എന്താണ് അദ്ദേഹം പരാമർശിച്ചത്, അദ്ദേഹം പ്രസംഗിച്ചതിൽ CP ജോൺ പ്രസംഗിച്ചതിൽ കൂടുതലും അതിനകത്ത് എന്തെങ്കിലും സാമൂഹികമായി പ്രസക്തി ഉള്ളതുണ്ടോ? സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? കേരളത്തിൻ്റെ പൊതുവായ സമ്പദ്സ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? അതല്ല ഏതെങ്കിലും മനുഷ്യൻ അനുഭവിക്കുന്ന ഗതികേടുകളുടെ പ്രശ്നങ്ങളുണ്ടോ? ഗതികേടുകളുടെ ഇടയിലും മനുഷ്യന് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം കേരളം ഇന്ന് അത്തരമൊരു അന്വേഷണമില്ലാത്തതിൻ്റെ ഒരു ജീർണതയിൽപ്പെട്ട് ഉഴലുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും അസ്വീകാര്യമായ ഒരു സംഗതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അസ്വീകാര്യമായ സംഗതി എന്ത് എന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല, മറിച്ച് ആ പറഞ്ഞ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക, ആക്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും CP ജോൺ പറഞ്ഞത് സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അത് അസ്വീകാര്യമാകുന്നു? എവിടെയാണ് ആ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്? ഇവിടെ CP ജോൺ ആ പറഞ്ഞ പരാമർശങ്ങളിൽ 2-3 ചിത്രങ്ങൾ, കേരളത്തിലെ സ്ത്രീകളുടെ ചിത്രങ്ങൾ അദ്ദേഹം അതിനകത്ത് വരച്ചിടുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞ കേരളത്തിലെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിരീക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ചില നിരീക്ഷണങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ ബസ്സിൽ തള്ളിക്കയറുന്നു എന്നുള്ളതാണ്. ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ സൗജന്യ യാത്ര ലഭ്യമാവുന്ന ബസ്സിൽ തള്ളിക്കയറുന്നു. ഇത് തള്ളിക്കയറുന്നത് ഈ സാധാരണ സ്ത്രീകൾ, ഇപ്പം നമ്മൾ പൊതുവിൽ നമ്മൾ പുറത്തു നിന്ന് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകളുടെ വേഷം വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടു വരുന്നതാണോ, അതല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ പരിമിതമായി കഴിയുന്നതാണോ എന്നൊക്കെ. ഇന്ന് പൊതുവിൽ നമ്മൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും വിശേഷിച്ച് ആരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വേഷത്തിലൂടെയൊന്നും ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അളക്കാൻ കഴിയത്തില്ല. ഇത് വാസ്തവത്തിൽ കേരളത്തിൽ ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക്, ഈ മിഡിൽ ക്ലാസ്സിലേക്ക്, താഴെ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ വളരെ ലോവർ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് കുടിയേറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ കുടിയേറ്റം എന്ന് പറയുന്നത് മോശപ്പെട്ട വിധത്തിലല്ല, മറിച്ച് മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസത്തിലൂടെ തങ്ങളുടെ കുട്ടികൾക്കും ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാം, അതിനൊരു അവസരമുണ്ട്, അത് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാണ്, സാധ്യമാണ് എന്ന് കരുതുന്ന ഈ സ്ത്രീകൾ, അവർ പോലും പലരും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ളവരും 10ാം ക്ലാസ് കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും 12ാം ക്ലാസ് കഴിഞ്ഞവരും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇനി അഥവാ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരവും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയും അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് പൊതു അന്തരീക്ഷം കേരളത്തിൽ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് പ്രകാരം തങ്ങളുടെ കുട്ടികളെയും മറ്റുള്ള കുട്ടികളെ പോലെ പോരായ്മകൾ അറിയാതെ പഠിപ്പിക്കുക, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗം കൂടിയാണ്. അവർ ഭൗതികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ നല്ല സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ തങ്ങളുടെ കുട്ടികളും നല്ല യൂണിഫോമും നല്ല
ഷൂസും മറ്റുമൊക്കെ ധരിച്ച് ഇതേപോലുള്ള സ്കൂളിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടുന്നത് തങ്ങളുടെ ആ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ചില സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണ്. അതിനുവേണ്ടി അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഹോമിക്കുന്നത് പോലെയാണ്. അതിനുവേണ്ടി പല 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 പണികളും ഈ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുടുംബശ്രീയിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുടുംബശ്രീയിൽ പോകുന്ന യുവതികൾ തന്നെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ പല സ്ഥലങ്ങളിലും വീട്ടുജോലികൾക്ക് പോകാറുണ്ട്. അതേപോലുള്ള ഒരുപാട് ജോലികൾക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി രാത്രിയിൽ വരെ അവസാനിക്കുന്ന ജോലികൾക്ക് പോകുന്നു. ഇതിനുശേഷം വീട്ടിൽ വന്നുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ കുടുംബം ഒരു അഭിവൃദ്ധി പ്രാപിക്കണം, തങ്ങളുടെ കുട്ടികൾ എല്ലാത്തിനേക്കാൾ ഉപരി കുട്ടികൾ മെച്ചപ്പെട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബ വ്യവസ്ഥ നിലനിർത്തുന്നത് തന്നെ ഈ സ്ത്രീകളാണ്. അപ്പോൾ അവിടെ ഇതൊരു ഗതികേടും കൂടിയാണ്. മറിച്ച് ഇതൊരു ദാരിദ്ര്യത്തിന്റെ ലക്ഷണമല്ല, ഇത് അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു സമൃദ്ധിയുടെ ലക്ഷണം. അത് വേറൊരു വിഷയമാണ്. എന്താണ് സമൃദ്ധിയും എന്താണ് ദാരിദ്ര്യം, അതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പിന്നീട് CP ജോൺ പറയുന്നത് ഈ കുട്ടികളെ ഈ ഫീസ് കൊടുക്കേണ്ടാത്ത സ്വകാര്യ സ്കൂൾ, അദ്ദേഹം ഉദ്ദേശിച്ചത് എയ്ഡഡ് സ്കൂളുകളാണ്. എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷെ കുട്ടികൾ അവിടെ വിടുന്നില്ല, മറിച്ച് ഈ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിലും ഈ എയ്ഡഡ് സ്കൂളുകളിലും ഈ കുട്ടികളെ അവർ പറഞ്ഞയക്കാത്തത്? ഈ അമ്മമാരിൽ പലരും, നല്ലൊരു ശതമാനം, ഏതാണ്ട് 90-100% ഈ അമ്മമാരും ഈ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. അവർക്കറിയാം ഈ സർക്കാർ സ്കൂളുകളിലെയും അതല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെയും ഒക്കെ അവസ്ഥ എന്താണെന്ന്. തങ്ങളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയതും ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിച്ചതിൻ്റെ ഫലമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർ ബോധപൂർവം അല്ലെങ്കിൽ അവരെ അബോധപൂർവം നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ നമ്മൾ PM സ്കീം NEP-യുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ പരിഗണന കൊടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഈ മന്ത്രി ഈ ഒരു സംഗതി ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ സർക്കാർ സ്കൂളുകളിൽ ഈ പറഞ്ഞതുപോലെ യോഗ്യതയുള്ള അധ്യാപകരുണ്ട്. കാര്യം PSC-യിലൊക്കെ അത്ര തിരിമറിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ശതമാനം അധ്യാപകരും ഈ ടെസ്റ്റൊക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുന്ന യോഗ്യതയുള്ള ആൾക്കാരാണ്. എയ്ഡഡ് സ്കൂളുകളിലാണ് ഈ പറഞ്ഞതുപോലെ കോഴ വാങ്ങിക്കൊണ്ട് യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിച്ചതിൻ്റെ പോരായ്മകൾ എയ്ഡഡ് സ്കൂളുകളിലും കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരെക്കുറിച്ച് തന്നെ നല്ലൊരു ധാരണ, അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ധാരണയിൽ നിന്നാകാം ഒരുപക്ഷെ അവർ ഫീസ് ആവശ്യമുള്ള സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നീട് ജോൺ പറഞ്ഞത് ഈ രോഗം വരുന്ന സമയത്ത് ഭർത്താവിനെയും അച്ഛനെയും അതുപോലുള്ള ആൾക്കാരെയും ഒക്കെ എടുത്ത് സർക്കാർ ആശുപത്രിയിൽ വരുന്നു. അതും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നമ്മുടെ സമൂഹം മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അവിടെ ഒരു ഗതികേടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടായിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് ഒരു ക്യാഷ്ലെസ് ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ അംഗങ്ങളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ അവർ സ്വകാര്യ ആശുപത്രിയിലേ പോകുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ വരാന്തയിൽ കിടന്ന് ചികിത്സയില്ല എന്നൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നെങ്കിൽ പോലും മന്ത്രി CP ജോൺ പറഞ്ഞാണ് യാഥാർത്ഥ്യം. കാര്യം ഇന്ന് ഈ കിടത്തി ചികിത്സയുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വരാന്തകളിൽ കിടക്കുന്ന രോഗികളെ യഥേഷ്ടം കാണാം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയും രോഗികളായി കിടക്കുന്നതിൽ കൂടുതലും ആണുങ്ങളാണ്. എന്തുകൊണ്ട് ആണുങ്ങൾ ഇങ്ങനെ രോഗഗ്രസ്തരാകുന്നു, അതും നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ CP ജോണിൻ്റെ ആ പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റും. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാവണമെന്നില്ല. മറിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ചില നിരീക്ഷണങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു. ഈ ഒരു ധാരണ ഒരുവിധം ഒട്ടുമിക്കം എല്ലാ ആളുകളിലും, എല്ലാ മലയാളികളിലും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ വളരെ വളരെ ഈ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ചകളിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ കണ്ടെത്തുകയും അങ്ങനെയാണ് സാമൂഹികമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ജനത്തിൻ്റെ ശ്രദ്ധ തിരികുകയും ഒക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഇങ്ങനെ ആവുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടല്ലേ? അപ്പം ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ ഈ സ്ത്രീവിരുദ്ധത എന്ന ഒരൊറ്റ കുറ്റിയിൽ കൊണ്ടടിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നും കാണാതെ പോകുന്നു.
അന്ന് വെച്ചാൽ നമ്മളൊരു ചത്ത മനസ്സിൻ്റെ ഉടമയാകുന്നു. അതായത് ഒരേ ഒരു രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. മുൻപ് പ്രതികരിച്ചതുപോലെ ആരെങ്കിലും സ്വീകാര്യമല്ലാത്തത് പറഞ്ഞാൽ ആ പറഞ്ഞ ആളിനെ ആക്രമിക്കുക എന്ന ഒരു സ്ഥിരം ഒരു സ്വഭാവത്തിലേക്ക് മലയാളി മാറിയിരിക്കുന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒരൊറ്റ കാര്യം മാത്രം കാണാൻ കഴിയുന്ന, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മൃഗങ്ങളുടെ കാഴ്ചയേക്കാൾ മോശപ്പെട്ട കാഴ്ചയാണ്. കാര്യം മൃഗങ്ങൾക്ക് പോലും ഒരു നേർക്കാഴ്ചയിൽ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ അടുത്ത ഒരു വശം കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അത് യജമാനനാണോ അതല്ല അപരിചിതനാണോ എന്ന് തിരിച്ചറിയുന്നത് പോലും അതൊരു മറ്റൊരു കാഴ്ച കൊണ്ടാണ്. അവിടെ ഒരു വ്യക്തിയെയും കാണുന്നു, ഒരു സ്വാധീനം കാണുന്നു, അതേ സമയത്ത് തനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അത്ര പോലും നമുക്ക് ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് മലയാളിയുടെ മനസ്സ് പോകുന്നില്ലേ എന്ന് നമുക്ക് ഈ ഒരു CP ജോണിൻ്റെ പ്രതികരണവും പരാമർശവും അതിനെതിരെ കേരളം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.